ശംഖുവരയൻ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞാൽ കടിച്ച പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല. ആ പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, കടിച്ചതിന് ചുറ്റിലും നീർവീഴ്ചയോ മറ്റ് ലക്ഷണങ്ങളോ ഒന്നും കാണുകയില്ല. ഒരുപക്ഷെ അണലിയോ അല്ലെങ്കിൽ കടിച്ചുകൊടുത്ത നല്ല ഒരു ബൈറ്റ് മാർക്ക് കാണും. പ്രത്യേകിച്ചും മൂർഖൻ പാമ്പിന് കടിച്ചുകൊടുത്ത ബൈറ്റ് മാർക്ക് കാണും. അതിന് ചുറ്റിലും നീർക്കെട്ടലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ അണലിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കണ്ണിൻ്റെ നേത്രപടലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടി രക്തം വരിക, അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ പല ഭാഗത്തും രക്തം പൊടിയുക, പല്ലുകളുടെ ഇടയിൽ കൂടി രക്തം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് അണലിയുടെ ഒരു പ്രത്യേകതയാണ്. രക്തം പൊടിയുക എന്നുള്ളത്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും രക്തം പൊടിയുക, ഈവൻ ചർമ്മത്തിൽ തന്നെ രക്തം പൊടിയുക എന്നുള്ളത് അണലിയുടെ ഒരു അണലി വിഷം കൊണ്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അണലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കിഡ്നിയെ ബാധിക്കുന്നത്. അപ്പോൾ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് നമ്മുടെ മൂത്രത്തിൽ കൂടി രക്തം പോവുക, അല്ലെങ്കിൽ രക്തനിറത്തിൽ മൂത്രം പോവുക, ഒരുപക്ഷെ കടും നിറത്തിൽ വരെ മൂത്രം പോകുന്നതായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാകും. അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. കയ്യിലാണ് കടിച്ചതെങ്കിൽ നമ്മുടെ കക്ഷത്തിലെ കഴലുകൾ പെട്ടെന്ന് തന്നെ വരും. അതുപോലെ കാലിലാണ് കടിച്ചതെങ്കിൽ ഒടുകിലെ കഴലുകൾ വരും. ഇതും അണലി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണമാണ്. മൂർഖൻ പാമ്പിനാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ നമ്മുടെ അപ്പർ ലിഡ്സ്, അതായത് കൺപോളകൾ താഴേക്ക് ഇങ്ങനെ ഉറക്കം വന്ന പോലെ ഇങ്ങനെ തൊഴുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുഖത്തെ പേശികൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കുന്നതായിട്ട് കാണും. നാവ് കുഴയുന്ന പോലെ തോന്നും. കഴുത്ത് താഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ ഉറങ്ങുമ്പം താഴത്തേക്ക് പോകുന്ന പോലെ കഴുത്ത് മടങ്ങി പോകുന്നത്. അതുപോലെ തന്നെ ബോധക്ഷയം ഉണ്ടാകുക. ഇതെല്ലാം മൂർഖൻ പാമ്പ് കടിച്ചാലുണ്ടാകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളാണ്. സാധാരണയായിട്ട് പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ക്ലിനിക്കലായിട്ടും കണ്ടിട്ടുള്ളത്.